യുദ്ധഭൂമികളുടെ സമുജ്വല ഗംഭീര വിവരണങ്ങളും മദ്യശാപ്പുകളുടെ മധുരമനോഹര ചിത്രീകരണങ്ങളും തരുണീമണികളുടെ കൊഴുത്ത നഗ്നതാ വർണ്ണനകളും കൊണ്ട് മലീനസമായിരുന്ന മക്കയുടെ മണ്ണിൽ മനുഷ്യത്വം വലിച്ചെറിഞ്ഞ് മൃഗീയതയെ നെഞ്ചോട് ചേർത്ത് മത്സര ബുദ്ധിയോടുകൂടി തിന്മകളുടെ മേച്ചിൽ പുറങ്ങളിലെ കലഞ്ഞിരുന്നവർ, എല്ലാ ആഭാസങ്ങൾക്കും അക്രമങ്ങൾക്കും അശ്ലീലങ്ങൾക്കും മത്സര ബുദ്ധിയോടുകൂടി ചാടി വീണിരുന്നവർ, എല്ലാ ആഭാസങ്ങൾക്കും അവർ മുൻപന്തിയിലുണ്ട്. പെണ്ണിനു വേണ്ടി മദ്യത്തിനു വേണ്ടി വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കുടിപ്പകകൾ അധിഷ്ഠിതമായ യുദ്ധങ്ങൾക്ക് വേണ്ടി മത്സര ബുദ്ധിയോടുകൂടി എല്ലാ തിന്മകൾക്കും മുന്നിൽ നിന്ന മക്കാ കുഫാറുകൾ, പെണ്ണിനു വേണ്ടി മത്സരിക്കുന്ന മക്കാ കുഫാറുകളുടെ മനസ്സുകൾ ആവേശഭരിതമാക്കിയിരുന്ന വരികൾ എത്രയാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിപാവനമായ പരിശുദ്ധമായ കഅബാലയത്തിൽ എഴുതി തൂക്കപ്പെട്ടിരുന്ന ഇമ്രുൽ ഖൈസിന്റെ വരികളിൽപ്പെട്ട ഒന്നാണ്. മക്കയുടെ മണ്ണിലോടി കളിച്ചിരുന്ന കുരുന്നുബാല്യങ്ങൾ പോലും ആവേശത്തോടുകൂടി ഏറ്റുപാടിയിരുന്ന വരികൾ, അതിലേറെ ആഗ്രഹത്തോടുകൂടി പാടിയിരുന്ന ഈരടികൾ. പറയുകയാണ്, പാടുകയാണ്, ഒരു കവി എന്നതിന്റെ പേരിൽ 1000 ഓർമ്മകൾ എന്ന മനസ്സിന്റെ ഉള്ളിൽ നാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലേറ്റവും സുന്ദരമായതേതെന്നറിയുമോ? ജുൽജുൽ എന്ന് പറയുന്ന തടാകക്കരയിലൂടെ നാം നടന്നു പോകുമ്പോ അവിടെ കുളിക്കാൻ ഇറങ്ങിയിരുന്ന സുന്ദരികളായ തരുണീമണികളെ ഞാൻ കണ്ടതിന് അങ്ങനെ അടംബരത്തോടുകൂടി ഞാൻ നോക്കി നിൽക്കുമ്പോ ആ തടാകക്കരയിലിരുന്നവരുടെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് ഞാൻ ഒളിപ്പിച്ചു വെക്കുകയും അവസാനം കുളി കഴിഞ്ഞ സ്വന്തം വസ്ത്രം കാണാതെ പരിഭ്രാന്തരായി വരിവരിയായി എന്റെ മുമ്പിൽ നൂൽബന്ധമില്ലാതെ മേനിയഴക് കാണിച്ചുകൊണ്ട് വസ്ത്രം മേടിക്കാൻ വേണ്ടി വന്നു നിന്ന സുന്ദരികളായ ആ സ്ത്രീകൾക്ക് വസ്ത്രം ഞാൻ കൊടുത്ത ആ നിമിഷമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളെന്ന അർത്ഥം വരുന്ന ഈരടികളെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഭിത്തിയിലെഴുതി തൂക്കപ്പെട്ടിരുന്നൊരു കാലഘട്ടം. സുന്ദരിയായ ഒരു പെണ്ണ് വഴിയരികിലൂടെ നടന്നു പോകുന്നത് കണ്ടാൽ അവളെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഭർത്താവിനെ കഴുത്തറത്തു മാറ്റാൻ ഊരിപ്പിടിച്ച വാളുമായി മത്സര ബുദ്ധിയോടുകൂടി ചാടിയിറങ്ങിയിരുന്ന മക്കാ കുഫാറുകൾ മത്സരിച്ചു മദ്യം കുടിക്കുമ്പോ ആവേശഭരിതമാകാൻ വേണ്ടി അവര് പാടിയിരുന്ന പാട്ടുകൾ അതും പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഭിത്തിയിലെഴുതി തൂക്കപ്പെട്ടിരുന്നു. അന്തരത്തിന് ശ്രദ്ധാതിന്റെ വരികൾ അങ്ങനെ മത്സരിച്ചു മദ്യം കുടിച്ച് അവസാനം മരണാസന്നനായി കിടക്കുമ്പോ തന്റെ മക്കൾ അടുത്ത് വിളിച്ചിട്ട് മക്കാ കുഫാറുകളെ പറഞ്ഞിരുന്നു അത്രേ, മരിച്ചെന്ന മറമാടപ്പെട്ട് കഴിഞ്ഞാൽ മണ്ണിന്റെ മുകളിൽ നിങ്ങളൊരു മുന്തിരി വെള്ളം നട്ടുവെക്കണേ, അതിന്റെ മുന്തിരിച്ചാറും മണ്ണിന്റെ അടിയിൽ കിടന്നിട്ട് എനിക്ക് രുചിക്കാമല്ലോ, എനിക്കത് കുടിക്കാമല്ലോ. ഇങ്ങനെ ആവേശത്തോടുകൂടി തിന്മകളുടെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് മത്സര ബുദ്ധിയോടുകൂടി ഓടി നടന്നിരുന്ന മക്കാ കുഫാറുകളോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുകയാണ്, ഈ ആഭാസത്തരങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ മത്സരിക്കേണ്ടത് ഈ അശ്ലീലങ്ങൾക്കും തിന്മകൾക്കും മദ്യത്തിനും പെണ്ണിനും പേരിനും പ്രശസ്തിക്കും പ്രതാപത്തിനും വേണ്ടിയല്ല. പിന്നെയോ അല്ലാഹുവിന്റെ അടുക്കലേക്ക് നിങ്ങൾക്കൊന്ന് മത്സരിക്കാൻ കഴിയുമോ? പരിശുദ്ധമായ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾക്ക് മത്സരിക്കാൻ കഴിയുമോ? നന്മകൾക്ക് വേണ്ടി മത്സരിക്കാൻ കഴിയുമോ? മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു തന്റെ കൂട്ടുകാരെ ചേർത്ത് നിർത്തിയിട്ട് പറയുകയാണ്, സാബിഖുന്നാസ ഇലല്ലാഹ്
നിങ്ങൾക്ക് ജനങ്ങളോട് മത്സരിക്കാം. എന്തിനു വേണ്ടി എന്നറിയുമോ? അവനേക്കാൾ പണമുണ്ടാക്കാനല്ല, അവനേക്കാൾ വലിയ സമ്പന്നതയുടെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ വേണ്ടിയല്ല. അയൽവാസി ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലക്ഷറി വാഹനം മേടിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വലുത് മേടിക്കണമെന്നുള്ള മത്സര ബുദ്ധിയല്ല. എവിടെന്ന് പലിശക്കെടുത്തിട്ടാണെങ്കിലും തന്നേക്കാൾ വലുതായി ആരുമൊന്നും ചെയ്യാൻ പാടില്ല എന്ന മത്സര ബുദ്ധിയല്ല. പടച്ചവനിലേക്ക് അടുക്കുന്ന വിഷയത്തിൽ, അല്ലാഹുവിലേക്ക് അടുക്കുന്ന വിഷയത്തിൽ, നന്മകൾ ചെയ്യുന്ന വിഷയത്തിൽ, ഇബാദത്തുകൾ ചെയ്യുന്ന വിഷയത്തിൽ, സദഖ നൽകുന്ന വിഷയത്തിൽ നന്മകൾക്ക് മുൻപന്തിയിലേക്ക് ഓടിയിറങ്ങാൻ നിങ്ങൾക്ക് കഴിയുമോ? അല്ലാഹു ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ പരസ്പരം മത്സരിച്ചു മുന്നേറാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കുമ്പോ, നാളെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തിന്റെ അവകാശികളായി മാറുന്ന സൗഭാഗ്യവാന്മാരുടെ ഗുണങ്ങളല്ലാതെ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നഹും കാനൂ യസാരിഊന ഫിൽ ഖൈറാത്ത്. അവരാരെന്നറിയുമോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന സൗഭാഗ്യവാന്മാരാരെന്നറിയുമോ? അവര് നന്മകളുടെ വിഷയത്തിൽ മത്സരിച്ചവരാണ്, നന്മകൾക്ക് വേണ്ടി മത്സരിച്ചവരാണ്, നന്മകൾക്ക് വേണ്ടി ഓടിയിറങ്ങിയവരാണ്. ഹബീബായ പ്രവാചകന്റെ സഹാബത്തിന്റെ ചരിത്രം എടുത്തു നോക്ക്. അവർ പരസ്പരം മത്സരിച്ചവരല്ലേ, നന്മകൾക്ക് വേണ്ടി മത്സരിച്ചവരല്ലേ. ഹബീബായ പ്രവാചകനെ ഏതൊരു നന്മയെ പരിചയപ്പെടുത്തിയിട്ട് ആരാണ് തയ്യാറെന്ന് ചോദിക്കുമ്പോ തന്റെ മുന്നിലുള്ള മുഴുവൻ സഹാബത്തിന് ആവേശത്തോടു കൂടി എടുക്കുമായിരുന്നു. ആവേശത്തോടു കൂടി എഴുന്നേറ്റിട്ട് അനയാ റസൂലുള്ളാഹ്, ഞാൻ തയ്യാറാണ് നബിയേ. ഏതൊരു നന്മ പ്രവാചകനിൽ നിന്ന് കേട്ടുകഴിഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടി ആവേശത്തോടുകൂടി ഞാനായിരിക്കണം ആ നന്മ ആദ്യം ചെയ്യേണ്ടതെന്ന ആവേശത്തോടെ സഹാബത്ത് മുന്നിട്ടിറങ്ങുമായിരുന്നു. ഒരു ദിവസം ഹബീബായ പ്രവാചകന്റെ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലിരിക്കുകയാണ്. പ്രവാചകന്റെ അതരങ്ങളിൽ നിന്ന് മുതിർന്നു വീഴുന്ന സുന്ദരമായ വചനങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ട് പ്രവാചകന്റെ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരിക്കുമ്പോ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് കുറച്ച് വെള്ളം നൽകി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അർഹമായ പ്രതിഫലം നൽകുമെന്ന് പ്രവാചകൻ എന്ന് പറയുമ്പോ അതാ മഹാനായ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു തആല ഉടനെ തന്നെ കേട്ട മാത്രയിൽ പ്രവാചകന്റെ സദസ്സിൽ നിന്നിറങ്ങി ഓടുകയാണ്. സഹാബത്ത് മുഴുവനും അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. ഇർബാദ് റളിയല്ലാഹു തആല എവിടേക്കാണ് ഓടിയത്? അതാ ഓടിയിറങ്ങി തന്റെ വീട്ടിലേക്ക് കടന്നുപോയി തന്റെ ഭാര്യയുടെ അടുക്കലേക്ക് ഒരു ഗ്ലാസ് വെള്ളവുമായി കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് ഭാര്യയ്ക്ക് കുടിക്കാൻ നൽകുകയാണ്. എന്നിട്ട് ഭാര്യയോട് പറയുന്നു, പെണ്ണ്, അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയിൽ പറയുന്നതായി ഞാൻ കേട്ടു, ആരെങ്കിലും തന്റെ ഭാര്യയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം നൽകിയാൽ അല്ലാഹു പ്രതിഫലം നൽകുമെന്ന് പറയുന്നത് മുത്ത ഹബീബിന്റെ നാവിൽ നിന്ന് വീഴേണ്ട താമസം ഞാൻ നിന്റെ അടുക്കലേക്ക് ഓടി വന്നതാണ്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ മത്സരമാണ് സഹാബത്തിന്. ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് സഹാബത്ത് മുഴുവൻ അണിയണിയായി നിൽക്കുമ്പോ ഉഹുദിന്റെ രണാങ്കണത്തിൽ യുദ്ധഭൂമിയിൽ അണിയണിയായി സഹാബത്ത് നിൽക്കുകയാണ്. പ്രവാചകൻ അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവസാനമതാ ചോദിക്കുകയാ, ഒരു ഊരിപ്പിടിച്ച വാളന്തരീക്ഷത്തിന്റെ മുകളിലേക്ക് ഉയർത്തി കാണിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആരാണ് ഈ വാളെന്നിൽ നിന്ന് മേടിക്കാനുള്ളത്? ഇത് ഏറ്റുവാങ്ങാൻ ആരാണുള്ളത്? എല്ലാവരും ആ സഹാബത്ത് മുഴുവനും പ്രവാചകന്റെ മുമ്പിൽ നിന്ന് സഹാബത്ത് മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ നേരെ കൈനീട്ടിക്കൊണ്ട് പ്രവാചകനോട് പറയുന്നു, അനയാ റസൂലല്ലാഹ്, എനിക്ക് തരുമോ നബിയേ? ആ വാൾ എനിക്ക് തരുമോ നബിയേ? അതിനോടുള്ള ബാധ്യതകൾ ഞാൻ പൂർണ്ണമായി
പൂർണ്ണമായും നിർവഹിക്കാൻ നബിയെ ഓരോ സഹാബത്തും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും ആവേശത്തോടുകൂടി പ്രവാചകനോട് ചോദിക്കുകയാണ്. അവസാനം മഹാനായ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകന്റെ മുമ്പിൽ കൈയുയർത്തിയ സഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു ഒരു വാൾ കൊടുത്തു. ഒരു റുമാലെടുത്ത് തന്റെ നെറ്റിയിൽ ഒരു റുമാലെടുത്ത് തന്റെ നെറ്റിയിൽ ചുറ്റിയിട്ട് ആവേശത്തോടുകൂടി ഊരിപ്പിടിച്ച വാളുമായി ശത്രുപാളയത്തിന്റെ ഇടയിലേക്ക് ഇരച്ചു കയറി മഹാനായ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു ഏതൊരു നന്മ പ്രവാചകനും പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ആവേശത്തോടുകൂടി തയ്യാറാകുമായിരുന്നു. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ പരസ്പരം മത്സരിച്ചവരാണവർ. അതിലേറ്റവും വലിയ മത്സരം നടന്നത് ആരൊക്കെ തമ്മിലെന്നറിയുമോ? സയ്യിദുനാ അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അബൂബക്കർ സിദ്ദീഖ്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തമ്മിലാണ് ഏറ്റവും വലിയ മത്സരം നടന്നത്. ഹബീബായ പ്രവാചകൻ മദീന പള്ളിയിൽ യുദ്ധരണാങ്കണത്തിലേക്ക് പോകുന്ന സൈന്യത്തിനു വേണ്ടിയുള്ള പണം സമാഹരിക്കുകയാണ്. ഹബീബായ പ്രവാചകൻ ചോദിക്കുന്നു, ആരാണ് ഇസ്ലാമിനെ സഹായിക്കാനുള്ളത്? ആരാണ് ദീനിനു വേണ്ടി സദഖകൾ നൽകാനുള്ളത്? അതാ ഉമർ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് ഓടിപ്പോയി. എന്നിട്ട് തന്റെ സമ്പാദ്യം മുഴുവനും കണക്കാക്കി അതിന്റെ പകുതി എടുത്തുകൊണ്ട് പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മാ ബഖൈത യാ ഉമർ, എന്താണ് ഉമറേ നീ വീട്ടിലുമാക്കി വെച്ചിട്ടുള്ളതെന്താ? ഹബീബായ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇവിടെ കൊണ്ടുവന്നതുപോലെ ഇതിന്റെ നേരെ പകുതി ഞാൻ വീട്ടിൽ ബാക്കി വെച്ചിട്ടുണ്ട് നബിയെ. കുറച്ച് കഴിയുമ്പോഴതാ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് കയ്യിലൊരു തോൽപാത്രവും ഈ തപ്പനയോടകൾ കൊണ്ടുള്ള പായുമായിട്ട് പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് തന്റെ മുമ്പിലുള്ള സാധനങ്ങളെല്ലാം റസൂലുള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മാ ബഖൈത യാ അബൂബക്കർ, അബൂബക്കറെ എന്താണ് വീട്ടിൽ ബാക്കി വെച്ചിട്ടുള്ളത്? അബഖൈതു ലഹുല്ലാഹ വറസൂലാ, വീട്ടുകാർക്ക് വേണ്ടി അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും മാത്രമല്ലാതെ മറ്റൊന്നും ഞാൻ ബാക്കി വെച്ചിട്ടില്ല നബിയേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു പോയത്രേ, ഇനി ഞാൻ അബൂബക്കറിനോട് മത്സരിക്കാനില്ല, അബൂബക്കറിനെ തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം പറയുകയാണ്, ആർക്കെങ്കിലും പരിശുദ്ധമായ ഖുർആൻ അത് ഈ ലോകത്തോട്ട് ഇറക്കപ്പെട്ട രീതിയിൽ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് പരിശുദ്ധമായ ഖുർആൻ കേട്ടുകൊള്ളുക എന്ന സന്തോഷ വാർത്ത അറിയിക്കുമ്പോ അതാ പാതിരാവിന്റെ മറവിൽ ഇബ്നു മസ്ഊദ് തങ്ങളുടെ അടുക്കലേക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെല്ലുകയാണ്. എന്നിട്ട് ഈ സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കുറച്ചു മുമ്പേ അബൂബക്കറിനോട് പറഞ്ഞവല്ലോ, അബൂബക്കർ നന്മയായ കാര്യം എന്നെ അറിയിച്ചിരുന്നുവല്ലോ എന്ന് പറയുമ്പോൾ അതാ നിരാശയോടുകൂടി ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാ, ഏതൊരു നന്മയിൽ അബൂബക്കറിനെ പിന്തള്ളാമെന്നുള്ള, അബൂബക്കറിനോട് ജയിക്കാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ ആവേശത്തോടു കൂടി ഇറങ്ങിക്കഴിഞ്ഞാലും ഏതൊരു നന്മയാണെങ്കിലും അതിലെല്ലാം അബൂബക്കറിനെ പരാജയപ്പെടുത്തുകയാണല്ലോ. ഈ അബൂബക്കറിനെ തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. ഏതൊരു നന്മയുടെ വിഷയത്തിലും അവരെങ്ങനെയാണ് അബൂബക്കർ തങ്ങൾ വിജയിക്കുകയാണ്. മദീനയുടെ അതിർത്തിയിലുള്ള അന്ധയായ ആരും സഹായിക്കാനില്ലാത്ത ഒരു പാവപ്പെട്ട പെണ്ണിന് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ആ സ്ത്രീക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുക്കുമായിരുന്നു. വൃദ്ധയായ ആരോടും പരിചരിക്കാനില്ലാത്ത വൃദ്ധയായ അന്ധയായ സ്ത്രീയാണ്. ചില ദിവസങ്ങളിൽ തനിക്ക് മുമ്പ് ആരോ അവിടെ വന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ആരെന്നറിയുമോ,
സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അന്ന് മദീനയുടെ അധികാരിയാണ്, ഖലീഫയാണ് സയ്യിദുനാ അബൂബക്കർ തങ്ങൾ. അബൂബക്കർ റളിയല്ലാഹു തആല ഉമർ തങ്ങൾക്ക് മുമ്പേ അവിടെ വന്നിട്ട് ആ സ്ത്രീക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന സൗഭാഗ്യവാന്മാരാരെന്നറിയുമോ? അവർ നന്മയുടെ വിഷയത്തിൽ മത്സരിക്കുന്നവരാണ്. ഉലൈകൽ മുഖറബൂൻ. അവരാണ് നാളെ പടച്ചവന്റെ പരലോകത്തെ പടച്ചവനോട് ഏറ്റവും അടുത്തവരെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ